ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മത്സരിക്കുമ്പോൾ റഷ്യ ഒരു പടി കൂടി അവിടെ മുന്നിട്ട് നിൽക്കുകയാണ്. മഹാസമുദ്രങ്ങളിൽ റഷ്യയുടെ ആധിപത്യവും അധികാരവും ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ പുതിയ ആണവ അന്തർവാഹിനിയായ ഖബറോവ്സ്കിന്റെ അനാച്ഛാദന ചടങ്ങ് പ്രതിരോധ രംഗത്ത് റഷ്യയുടെ മേധാവിത്വം ഉറപ്പിക്കുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനം കൂടിയാണ്. ടോർപിഡോ ആകൃതിയിലുള്ള തകർക്കാനാവാത്ത പോസിഡോൺ ഡ്രോൺ വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ വമ്പൻ അന്തർവാഹിനി റഷ്യൻ നാവികസേനയുടെ ശക്തിയെ എടുത്തു കാണിക്കുന്നതാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നവംബർ 1 പ്രഖ്യാപിച്ച അനാച്ഛാദന ചടങ്ങ് സെവറോഡിൻസ്കിന്റെ പ്രശസ്തമായ സെവ്മാഷ് കപ്പൽശാലയിൽ വെച്ചാണ് നടന്നത്. പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇത് ഞങ്ങളുടെ രാജ്യത്തിന്റെ മഹത്തായ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷമാണ്. വമ്പൻ ആണവോർജ്ജ മിസൈൽ ക്രൂസറായ ഖബറോവ്സ്കിനെ ഞങ്ങൾ അഭിമാനപൂർവ്വം സ്ലിപ്വേയിൽ നിന്ന് വിക്ഷേപിക്കുന്നു എന്നാണ് ബെലോസോവ് പ്രഖ്യാപിച്ചത്. അത്യാധുനികമായ അണ്ടർ വാട്ടർ ആയുധങ്ങളും റോബോട്ടിക് സംവിധാനങ്ങളും വഹിക്കുന്ന ഈ അന്തർവാഹിനി കപ്പൽ റഷ്യൻ സമുദ്രാതിർത്തികളെ അജേയമായി കാത്തു സൂക്ഷിക്കാനും ലോകം എമ്പാടുമുള്ള സമുദ്രങ്ങളിൽ ഞങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾ വിജയകരമായി സംരക്ഷിക്കാനും ഞങ്ങളെ സജ്ജമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോസിഡോൺ ആണവശക്തിയുള്ള ഡ്രോൺ വഹിക്കുന്നതിന് കൂടി വേണ്ടിയാണ്. റഷ്യൻ നാവികസേനയുടെ മുൻ ജനറൽ സ്റ്റാഫ് മേധാവി അഡ്മിറൽ വിക്ടർ ക്രാവ്ചെങ്കോ ഇക്കാര്യം RIA നോവോസ്റ്റിയോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ പ്രഖ്യാപിച്ചതുപോലെ പോസിഡോണിനെ നിലവിൽ ഒരു തരത്തിലും ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന വസ്തുത റഷ്യയുടെ ഈ പുതിയ ആയുധത്തെ അജയ്യമാക്കുകയാണ്. ഖബറോവ്സ്ക് അന്തർവാഹിനിയുടെ വിക്ഷേപണം റഷ്യയുടെ മറ്റ് തന്ത്രപ്രധാനമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് നടന്നത്. അത്യാധുനിക പോസിഡോൺ ഡ്രോണും പരിധിയില്ലാത്ത ദൂരമുള്ള ബ്യൂറേവെസ്നിക് ക്രൂയിസ് മിസൈലും ഉൾപ്പെടുന്ന പരീക്ഷണങ്ങൾ റഷ്യ വളരെ വിജയകരമായി തന്നെ നടത്തിയിരുന്നു. ആയുധശേഷിയിൽ ലോകത്തെ മുൻനിര ശക്തിയായി റഷ്യ നിലകൊള്ളുന്നു എന്ന് ഈ പരീക്ഷണങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ പുതിയ അന്തർവാഹിനിക്ക് ഇനിയും നിരവധി സമുദ്ര പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും മന്ത്രി ബെലാസോവ് പറഞ്ഞു. ഉക്രൈനിലേക്ക് അമേരിക്ക ടോമഹോക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഈ തന്ത്രപ്രധാനമായ സമയത്ത് തന്നെയാണ് റഷ്യയുടെ ഈ നിർണായകമായ പ്രഖ്യാപനം വരുന്നത്. അതിനിടെ റഷ്യയുമായും ചൈനയുമായുള്ള തന്ത്രപരമായ മത്സരം ചൂണ്ടിക്കാട്ടി ആണവായുധ പരീക്ഷണം പുനരാരംഭിക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. എന്നാലും റഷ്യ ഇപ്പോഴും അമേരിക്കയുമായി ഒരു ആയുധ മത്സരത്തിലല്ലെന്ന് തന്നെയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നത്. റഷ്യയുടെ സമീപകാലത്തെ ആയുധ പരീക്ഷണങ്ങൾ തങ്ങളുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സ്വാഭാവികമായ പ്രതിരോധ നടപടികൾ മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു.